Hi, hello everyone. Welcome back to my YouTube channel. So in today's video, we'll be learning bioinformatics with course code TST 468. And saying about the subject, this is a optional elective subject for computer science and engineering students under APJ AKTU Technological University of Kerala. So without wasting our time, let's move on to the video. And this video is in Malayalam. So if anybody is going through a hard time learning the bioinformatics subject, and if you want any help, please do share this video to them who are studying the subject. It might help. And if you feel like seeing this video helped you a lot, please subscribe to my channel. So we'll be learning today bioinformatics. So first of all, the video is about module 1 of bioinformatics. So guys, നമുക്ക് ഇതിന്റെ സിലബസ് എന്താണെന്ന് നോക്കാം. സോ ബയോഇൻഫർമാറ്റിക്സ് മൊഡ്യൂൾ 1ന്റെ സിലബസ് എടുക്കുവാണെങ്കിൽ നമുക്കതിനെ 6 പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ഒന്നാമത്തേതിനെ നമ്മൾ പറയും വാട്ട് ഇസ് ബയോ ഇൻഫർമാറ്റിക്സ്. രണ്ടാമതായിട്ട് നമ്മൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ് ആണ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ DNA എന്താ, RNA എന്താ, പ്രോട്ടീൻ എന്താന്ന് പഠിക്കും. അതിനുശേഷം നമുക്ക് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും mRNA അഥവാ മെസ്സഞ്ചർ RNA, tRNA അഥവാ ട്രാൻസ്ക്രിപ്ഷണൽ RNA, rRNA tRNA എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ RNA ആണ്, rRNA എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈബോസോമൽ RNA. അതുപോലെ തന്നെ നമ്മൾ ജനറ്റിക് കോഡ് എന്താ, ജീൻ സ്ട്രക്ചർ ആൻഡ് കൺട്രോൾ എന്താ, ട്രാൻസ്ക്രിപ്ഷൻ എന്താ, ട്രാൻസ്ലേഷൻ എന്താ മുതലായ പ്രോസസ്സസ് ഒക്കെ ആയിരിക്കും ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ടാവുക. സോ പാർട്ട് 1 ഓഫ് ദ മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 3 ടോപ്പിക്സ് ആണ്. വാട്ട് ഇസ് ബയോ ഇൻഫർമാറ്റിക്സ്, നേച്ചർ ആൻഡ് സ്കോപ്പ്, DNA, RNA ആൻഡ് പ്രോട്ടീൻ. സോ അപ്പൊ നമുക്ക് എന്താണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. സോ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് ഏരിയ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ +2 വരെ പഠിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമായി എടുത്ത് പഠിച്ച ആൾക്കാരുണ്ടാവും, ബയോളജി സ്ട്രീമായി എടുത്ത് പഠിച്ച ആൾക്കാരുണ്ടാവും, അല്ലെ ബയോളജി സയൻസ് സ്ട്രീമായി എടുത്ത് പഠിച്ച ആൾക്കാരുണ്ടാവും. സോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കമ്പ്യൂട്ടർ സയൻസിനും ബയോളജി സയൻസിലും ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിങ്ങൾ ബയോളജി പഠിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. ഓക്കെ, സോ വി ആർ ലേണിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, വാട്ട് ഇസ് കമ്പ്യൂട്ടർ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നത്. അതേസമയം ബയോളജിക്കൽ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻസ്, ആനിമൽസ്, പ്ലാന്റ്സ് ഒക്കെയാണ് നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നത്. അപ്പൊ ഇത് രണ്ടെന്ന് പറയുന്നത് ഒരു എന്താ പറയാ 2 ഡിസിപ്ലിൻസ് ആണ്. ഈ 2 ഡിസിപ്ലിൻസിനും കോമൺ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തിച്ചിട്ട് ആ 2 ഡിസിപ്ലിൻസിനെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ റിസർച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ റിസർച്ച് ചെയ്യാൻ കണ്ടുപിടിച്ച ഒരു ഏരിയയാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, എന്തിനാണ് ആക്ച്വലി ബയോ ഇൻഫർമാറ്റിക്സ് കണ്ടുപിടിച്ചത്, അല്ലെ എങ്ങനെയാണ് ഈ 2 ഡിസിപ്ലിൻസിനെ നമ്മൾ ഒരുമിച്ച് ഒരു ഇന്റർ ഡിസിപ്ലിൻ ആക്കി മാറ്റിയതെന്ന്. അപ്പോൾ നമ്മുടെ മനുഷ്യന്റെ ശരീരം ഒബ്വിയസ്ലി ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. ഓരോ സെൽസിനകത്തും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മുടെ പാരൻസിൽ നിന്നും നമുക്ക് വന്നെത്തിയ സാധനങ്ങളും അതോടൊപ്പം തന്നെ നമ്മളെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്യാരക്ടേഴ്സ് ഒക്കെ കൂടിയിട്ടുള്ള കുറച്ച് ജീൻസും ക്രോമസോംസും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതൊക്കെ കാണുന്നുണ്ട് ഓരോ സെൽസിനുള്ളിലായിരിക്കും കാണുന്നുണ്ടാവാം. അപ്പൊ അതുപോലെ നമ്മൾ എന്താ പറയാ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നു കോടിക്കണക്കിന് ഇതുപോലത്തെ ജീൻസിന്റെ സീക്വൻസ് വെച്ചിട്ടാണ്. അപ്പൊ ഇത്രയും ജീൻസിന്റെ സീക്വൻസ് ഒന്നും ഒരു മനുഷ്യനല്ല, ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം അത് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ ജനറ്റിക് സീക്വൻസസ് ഓരോ സീക്വൻസും നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു ആനിമലിന്റെ ശരീരത്തിലായിക്കോട്ടെ, എന്തിലായിക്കോട്ടെ, ഒരു ബയോളജിക്കൽ സ്ട്രക്ചറിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നതായിരിക്കും ഓരോ സീക്വൻസ്. സോ ഇത്രയും സീക്വൻസിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്ന ഒരു കുംബർസം ടാസ്ക് ആയതുകൊണ്ട് തന്നെ, ഭയങ്കര കഠിനമായ ടാസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഈ സീക്വൻസിനൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നമ്മൾ കമ്പ്യൂട്ടറിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആവശ്യമുള്ള സമയത്ത് നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുന്നു. നമ്മൾ അതിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുത്തുകയാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇൻഫർമേഷൻസ് കറക്റ്റ് ഏതൊക്കെയാണ് സ്ഥലത്ത് സ്റ്റോർ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂഷനലി സ്റ്റോർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബയോ ഇൻഫർമാറ്റിക്സിൽ ചെയ്യുന്നത്. സോ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് ബയോളജിയിലെ DNA, RNA, പ്രോട്ടീൻ മുതലായിട്ടുള്ള മാക്രോ മോളിക്യൂൾസ്, ഈ പറഞ്ഞ DNA, RNA, പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ മോളിക്യൂൾസ് ആണ്. അങ്ങനത്തെ മാക്രോ മോളിക്യൂൾസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഇനി ലൈക്ക്
ഞാൻ പറഞ്ഞു ലാസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ജീൻസിന്റെ ഡേറ്റ അനാലിസിസ് വളരെ മാത്തമാറ്റിക്കലി കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു മാത്തമാറ്റിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ദിസ് ഈസ് നോൺ ആസ് ബയോ ഇൻഫർമാറ്റിക്സ്. സോ നിങ്ങൾ ബയോ ഇൻഫർമാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് ബയോളജി പഠിച്ച ചില ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടാകും. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്? കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിയിൽ നമ്മൾ എവിടെയൊക്കെ കമ്പ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ മാത്തമാറ്റിക്കൽ ലോജിക് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് എന്തൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ, അതായത് നമുക്ക് കമ്പ്യൂട്ടേഷണലി യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്പ്യൂട്ടേഷണൽ ബയോളജിയിലാണ് പഠിക്കുന്നത്. എന്നാൽ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ജീനിന്റെ, ഒരു ജീനോമിന്റെ, അതായത് DNA, RNA, പ്രോട്ടീൻ മുതലായിട്ടുള്ള ജീൻസിന്റെ സീക്വൻസും സ്ട്രക്ചറും ഫങ്ഷനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്ന എല്ലാ ഫീൽഡിലും കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടേഷൻ യൂസ് ചെയ്യുന്ന എല്ലാ ഫീൽഡിനെയും നമുക്ക് കമ്പ്യൂട്ടേഷണൽ ബയോളജിയിൽ ഉൾപ്പെടുത്താം. പക്ഷേ മാക്രോമോളിക്യൂൾസ് ആയ DNA, RNA, പ്രോട്ടീൻ, അതായത് ജീനോം മുതലായ സാധനങ്ങളെ കുറിച്ച് മാത്രം, അതായത് അതിന്റെ സ്ട്രക്ചർ എന്താ, അതിന്റെ ഫംഗ്ഷൻ എന്താ, അതിന്റെ സീക്വൻസ് എന്താ എന്നതിനെ ഇതിൽ മാത്രം ലിമിറ്റഡ് ആയിരിക്കുന്നതാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പം വാട്ട് ഈസ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞു, വാട്ട് ഈസ് കമ്പ്യൂട്ടേഷണൽ ബയോളജി എന്ന് കാണും. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ് ആണ്. സോ കമ്മിങ് ടു ദ നേച്ചർ ആൻഡ് സ്കോപ്പ്, അതായത് ഒരു ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന റിസർച്ച് ഏരിയന് ഒരു ഗോൾ ഉണ്ട്. അതായത് അതിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് സെല്ലിനെ കുറച്ചുകൂടെ ബെറ്ററായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. എവിടെ നമുക്ക് ഒരു സെല്ലിനകത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ജീൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ജീൻസിനകത്ത്, അതായത് DNA, RNA, അതായത് ഈ പറഞ്ഞിരിക്കുന്ന DNA, RNA എന്നൊക്കെ പറയുന്ന ഒരു സെല്ലിലെ ഏറ്റവും മോളിക്കുലാർ ലെവലിൽ കിടക്കുന്ന സാധനങ്ങളാണ്. ഈ മോളിക്കുലാർ ലെവലിൽ കിടക്കുന്ന ഈ DNA, RNA നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ ഓരോ സീക്വൻസും നടത്തുന്ന ഫങ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ലിവിങ് സെല്ലിനെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ലിവിങ് സെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാഖ കൊണ്ടുവന്നത്. ബയോ ഇൻഫർമാറ്റിക്സിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നതും ഒരു ലിവിങ് സെല്ലിനെ ബെറ്ററായി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതുമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ബയോ ഇൻഫർമാറ്റിക്സിന്റെ സ്കോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ബയോ ഇൻഫർമാറ്റിക്സിന് നമുക്ക് 2 സബ് ഫീൽഡ്സ് ഉണ്ടെന്ന് പറയാം. ഒന്നാമത്തേതിന് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അതായത് ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ, അതായത് നമ്മളൊരു ടൂൾ ഡെവലപ്പ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡേറ്റാബേസ് വേണം. ആസ് എ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ് നിങ്ങൾക്ക് അറിയാം, ഒരു ഡേറ്റാബേസ് വേണം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ വി നീഡ് എ ഡേറ്റാബേസ്. ഇത്രയും ഒരു കമ്പ്യൂട്ടേഷൻ, അതായത് ഏതൊക്കെ സീക്വൻസിന് എപ്പൊക്കെ വേണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ടൂൾ വേണം. അപ്പോൾ ബയോ ഇൻഫർമാറ്റിക്സിന്റെ ഒന്നാമത്തെ സബ് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ടൂൾസും അതോടൊപ്പം തന്നെ ഡേറ്റാബേസും ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഒരു ഫീൽഡ്. അറ്റ് ദ സെയിം ടൈം ഈ ഉണ്ടാക്കിയിരിക്കുന്ന ടൂൾസും ഡേറ്റാബേസസും അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ബയോളജിക്കൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നമ്മുടെ ലിവിങ് സെല്ലിനെ കുറിച്ചുള്ള ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാം എന്നതിനെയാണ് നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. ഒന്നിനെ നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് ടൂൾസ് ആൻഡ് ഡേറ്റാബേസസ് എന്ന് പറയാം. ഈ ടൂൾസും ഡേറ്റാബേസസും അപ്ലൈ ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ടൂൾസ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇവിടെ മോളിക്കുലാർ ലെവലിൽ കിടക്കുന്ന നമ്മുടെ DNA, RNA മുതലായ ജീൻസിന്റെ ജീനോമിന്റെ സ്ട്രക്ചർ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 രീതിയിലാണ് നമ്മൾ ആക്ച്വലി ടൂൾസ് യൂസ് ചെയ്തിട്ട് അനാലിസിസ് നടത്തുന്നത്. ഒന്നാമത് ഒരു മോളിക്യൂളിന്റെ സീക്വൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് ടൂൾസ് യൂസ് ചെയ്തിട്ട്. അതോടൊപ്പം തന്നെ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു മോളിക്യൂളിന്റെ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ അനാലിസിസ് നടത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം. ആ പിക്ചറിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട്, ലൈക്ക്
സ്ട്രക്ചർ അനാലിസിസ് എന്താ, സീക്വൻസ് അനാലിസിസ് എന്താ, ഫംഗ്ഷൻ അനാലിസിസ് എന്താ. സോ ഇത് മൂന്നും ഇന്റർ കണക്റ്റഡ് ആണ്. സോ ഇപ്പൊ സ്ട്രക്ചർ അനാലിസിസിലെ പല കാര്യങ്ങളും നമ്മൾ സീക്വൻസ് അനാലിസിസ് യൂസ് ചെയ്യും, സീക്വൻസ് അനാലിസിസിലെ പല കാര്യങ്ങളും നമ്മൾ ഫംഗ്ഷണൽ അനാലിസിസിൽ യൂസ് ചെയ്യും. സോ സ്ട്രക്ചർ അനാലിസിസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീന്റെ സ്ട്രക്ചർ പ്രഡിക്ഷൻ ഉണ്ട്, പ്രോട്ടീന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കമ്പാരിസൺ ഉണ്ട്. സീക്വൻസ് അനാലിസിസ് വരുന്ന സമയത്ത് ജീനോമിന്റെ കമ്പാരിസൺ ഉണ്ട്. അതുപോലെ തന്നെ ഡേറ്റാബേസ് സെർച്ച് ചെയ്യാനുണ്ടാകും. ഫംഗ്ഷൻ അനാലിസിസിന്റെ സമയത്ത് നമ്മൾ ജീൻ എക്സ്പ്രഷൻ എന്താ, പ്രോട്ടീൻ ഇന്ററാക്ഷൻ എന്താ, പ്രോട്ടീന്റെ സബ് സെല്ലുലർ ലോക്കലൈസേഷൻ എന്താ, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോ ഇൻഫർമാറ്റിക്സിലെ ടൂൾസ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഇപ്പം ഞാൻ കുറെ പ്രോട്ടീനും ജീനും എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സംഭവങ്ങളും എന്താണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, ബയോളജി പഠിക്കാതെ ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇനി പറയുന്നതായിരിക്കും. അതിനു മുമ്പ് നമുക്ക് എന്താണ് അപ്ലിക്കേഷൻ ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് നോക്കാം. നമ്മൾ ബയോ ഇൻഫർമാറ്റിക്സ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് നമുക്ക് ഡ്രഗ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എൻ എക്സാമ്പിൾ, നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ ഇസ് എ ഡ്രഗ്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം ഇങ്ങനത്തെ നല്ല നല്ല മെഡിസിൻസ്, ഒരുപാട് അസുഖങ്ങൾ ക്യൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള നല്ല മെഡിസിൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ആർ ജീൻ ആൻഡ് ജീനോം ഇസ് വെരി മച്ച് നീഡഡ്. സോ ഇപ്പൊ ക്യാൻസർ മുതലായ രോഗങ്ങൾക്ക് വരെ നമുക്ക് നല്ലൊരു മെഡിസിൻ കണ്ടുപിടിക്കണമെങ്കിൽ വി നീഡ് ദ നോളജ് അബൌട്ട് വാട്ട് ഇസ് എ ജീൻ ജീനോം, ഈച്ച് ആൻഡ് മോളിക്കുലർ ലെവലിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവ് വേണം. സോ ബയോ ഇൻഫർമാറ്റിക്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡ്രഗ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഡി എൻ അനാലിസിസ് ഡ്യൂറിങ് ഫോറൻസിക് സ്റ്റഡീസിന്റെ ഇടയിലൊക്കെ നമ്മളൊരു ഡി എൻ അനലൈസ് ചെയ്യണമെങ്കിൽ ഒബിയസ്ലി വി യൂസ് ബയോ ഇൻഫർമാറ്റിക്സ്. ആൻഡ് അഗ്രികൾച്ചറിന്റെ കേസിലാണെങ്കിലും ബയോടെക്നോളജിന്റെ കേസിലാണെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ബയോ ഇൻഫർമാറ്റിക്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ പറയുവാണെങ്കിൽ നമുക്കൊരു പ്രോട്ടീന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഏതൊക്കെ പ്രോട്ടീനിലെ ഏതൊക്കെ റിസെപ്റ്റേഴ്സ് ആണ് വന്ന് ബൈൻഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ബയോ ഇൻഫർമാറ്റിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് അബൌട്ട് ദ അപ്ലിക്കേഷൻ ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ്. Now let's learn about some biology basics. So ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ DNA എന്താ, RNA എന്താ, പ്രോട്ടീൻ എന്താന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ DNA എന്താണ്, RNA എന്താണ്, പ്രോട്ടീൻ എന്താണ് എന്നുള്ളത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പം ഈ എക്സാമ്പിൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സാധനം കണ്ടില്ലേ, ഒരു റെസ്റ്റോറന്റിന്റെ ഫോട്ടോ കിടക്കുന്നുണ്ട്, ഒരു കുക്കിന്റെ ഫോട്ടോ, മാസ്റ്റർ ഫൈനൽ ഡിഷ്, കുക്കിംഗ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ ഫോട്ടോസ് ഉണ്ട്. ഇതും ഞാൻ DNA RNA പ്രോട്ടീനും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് ഈ ഒരു പിക്ചർ അനലൈസ് ചെയ്യാം. ഫസ്റ്റ് പിക്ചർ എന്താ, ഒരു റെസ്റ്റോറന്റ് ആണ് അല്ലെ. അപ്പൊ ഈ റെസ്റ്റോറന്റിൽ ആരുണ്ട്, ഒരു റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഈ റെസ്റ്റോറന്റിൽ ആരുണ്ട്, ഒരു ചീഫ് കുക്ക് ഉണ്ട്. ഓക്കെ, ഒരു ചീഫ് കുക്ക് ഉണ്ട്. അപ്പം ഒരു റെസ്റ്റോറന്റില് ആക്ച്വലി എന്താ, നമ്മൾ കുറെ ആൾക്കാർ വന്നിട്ട് ഫുഡൊക്കെ വാങ്ങിക്കും. അപ്പം ആൾക്കാര് ആരെങ്കിലും ഒക്കെ വന്നിട്ട് നമ്മുടെ ഫുഡിന് ഓർഡർ എടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ആ ഓർഡറിനനുസരിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യണം. സോ ഈ റെസ്റ്റോറന്റിലെ ഒരു ചീഫ് കുക്ക് ഉണ്ട്. ആ ചീഫ് കുക്കിന് ഒരു ഓഫീസും ഉണ്ട്. ഭയങ്കര വലിയ റെസ്റ്റോറന്റ് ആണ്. സോ ഒരു ചീഫ് കുക്ക് ഉണ്ട്. ആ ചീഫ് കുക്കിന് എന്തുണ്ട്, ഒരു ഓഫീസും ഉണ്ട്. സോ ഈ ചീഫ് കുക്കിന്റെ ഓഫീസിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീഫ് കുക്കിന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ നമ്മുടെ റെസ്റ്റോറന്റിന് ഉണ്ടാവുമല്ലോ സീക്രട്ട് റെസിപ്പീസ് ഒക്കെ. ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കോഴിക്കോട് പാരഗൺ ഹോട്ടൽ, അപ്പൊ അവിടെ നല്ല ബിരിയാണി ഇല്ലേ, ആ ബിരിയാണിക്ക് എന്തുണ്ടാകും, ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ടാവും. അപ്പം കുറെ സീക്രട്ട് റെസിപ്പീസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ബുക്സ് ഇല്ലേ, ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ ചീഫ് കുക്കിന്റെ ഓഫീസിലാണ്. ഓക്കെ, ഇപ്പൊ ചീഫ് കുക്കിന്റെ ഓഫീസിൽ അട്ടിക്ക് ഇങ്ങനെ കുറെ ബുക്സ് ഉണ്ടാകും. ഓരോന്നും റെസിപ്പി ബുക്സ് ആണ്, സീക്രട്ട് റെസിപ്പി ബുക്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചീഫ് കുക്കിന്റെ ഓഫീസിനെ കുറിച്ചൊരു ധാരണ വന്നില്ലേ. ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം. ഓക്കെ, നമ്മൾ ചീഫ് കുക്കിന്റെ ഓഫീസിലെത്തി. അവിടെ
ഇഷ്ടംപോലെ ഇതുപോലെ റെസിപ്പി ബുക്സ് ഉണ്ട്. ഈ റെസിപ്പി ബുക്സിനെ ഓരോന്നിനെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയോ? മാസ്റ്റർ കുക്ക് ബുക്ക് എന്നാ വിളിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു മാസ്റ്റർ കുക്ക് ബുക്ക് ആണ് ഇവിടെ നെക്സ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. എന്താ? മാസ്റ്റർ കുക്ക് ബുക്ക്. സോ ഈ മാസ്റ്റർ കുക്ക് ബുക്സിൽ ഇതുപോലെ കുറെ റെസിപ്പീസ് ഉണ്ട്, അതായത് സീക്രട്ട് റെസിപ്പീസ് ഉണ്ട്. സോ ഇനി മാസ്റ്റർ കുക്ക് ബുക്കിന്റെ അടുത്ത് നമ്മൾ എത്തി. കുക്ക് ബുക്ക് എടുക്കുന്നു, അതിനകത്ത് ഒരു മാസ്റ്റർ കുക്ക് ബുക്ക് എടുക്കുന്നു. ആ കുക്ക് ബുക്കിനകത്ത് ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇന്ത്യൻ ക്വിസീൻസ്, അതുപോലെ തന്നെ എന്താ ചൈനീസ് ക്വിസീൻസ്, അതേപോലെ ഇറ്റാലിയൻ ക്വിസീൻസ്, അങ്ങനത്തെ ഓരോന്നിനും സെക്ഷൻ തിരിച്ചിട്ടാണ് ആ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. സോ അതാണ് നെക്സ്റ്റ് പിക്ചർ കാണിച്ചിരിക്കുന്നത്. അത് സെക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഓരോ സെക്ഷനകത്തും ഇപ്പൊ ഇന്ത്യൻ ക്വിസീൻസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്വിസീൻസ്, ഇപ്പം ഫോർ ആൻ എക്സാമ്പിൾ ബിരിയാണിക്ക് ഒരു റെസിപ്പി ഉണ്ടാവും. ഈ ഓരോ അതേപോലെ മസാല ദോശയ്ക്ക് ഒരു റെസിപ്പി ഉണ്ടാവും. സോ ഓരോന്നിനും ഇൻഡിവിജ്വൽ റെസിപ്പീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം അടുത്തത് കാണിച്ചിരിക്കുന്നത് എന്താ? ഒരു ഇൻഡിവിജ്വൽ റെസിപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കൂ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് നമ്മുടെ ഈ സീക്രട്ട് റെസിപ്പി അല്ലേ, അപ്പൊ സീക്രട്ട് റെസിപ്പി വേറെ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയ ദൈവമേ, ആ റെസ്റ്റോറന്റ് പിന്നെ എന്താ പറയാ, ആൾക്കാരൊക്കെ പോവില്ലേ ആ റെസ്റ്റോറന്റിൽ പിന്നെ ലൈക്ക് വേറെ ആരെങ്കിലും അത് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് പൈസ കുറവില് ഈ ഒരു സെയിം ഫ്ലേവറിൽ ഒരു ഫുഡ് കൊടുക്കുവാണെങ്കിൽ അവരെ കച്ചവടം പൂട്ടിപ്പോയല്ലോ. അപ്പൊ ഭയങ്കര സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന റെസിപ്പീസ് ആണ്. അതുകൊണ്ട് ഈ റെസിപ്പീസ് ഒന്നും ചീഫ് കുക്കിന്റെ ഓഫീസിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. അതായത് നമ്മൾ ഈ പറഞ്ഞ മാസ്റ്റർ കുക്ക് ബുക്ക് പുറത്ത് കൊണ്ട് കിച്ചണിലൊന്നും കൊണ്ട് വെക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ നമ്മുടെ അസിസ്റ്റന്റ് ഷെഫുമാരില്ലേ, ഇവരാരെങ്കിലും ഒന്ന് വന്നിട്ട് ഈ ബുക്ക് വായിച്ചിട്ട് അവർക്ക് മനസ്സിലായ രീതിയിൽ ആ റെസിപ്പീന് ഒരു കോപ്പി അവർ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് ഈ കോപ്പി ഉണ്ടാക്കിയതിനു ശേഷം ഈ കോപ്പി എടുത്തുകൊണ്ട് എങ്ങോട്ട് വരുന്നു? കുക്കിംഗ് സ്റ്റേഷനിലേക്ക് വരുന്നു. അങ്ങനെ കുക്കിംഗ് സ്റ്റേഷനിൽ എത്തിയിട്ട് ആ കുക്കിംഗ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പം ഡിഷ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഫൈനൽ ഡിഷില്ലേ, ആ ഫൈനൽ ഡിഷ് കൊണ്ടുപോയിട്ട് കസ്റ്റമറിന് സെർവ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞു? ഒരു റെസ്റ്റോറന്റ്, ഒരു കുക്ക്, ഒരു മറ്റേ കുക്ക് ബുക്ക്, കുക്കിന്റെ ഓഫീസ്, പിന്നെ കുക്ക് സ്റ്റേഷൻ, എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ നിൽക്കും. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലായാലേ ഒന്നുകൂടെ ആ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ കേൾക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായാലേ ഇനി ഞാൻ പറയാൻ പോകുന്ന ബയോളജിക്കൽ ആസ്പെക്ട്സും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് വീഡിയോ ബാക്കോട്ടേക്ക് റീപ്ലേ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കിയിട്ട് വരിക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ കഥ. ഇനി എങ്ങനെയാണ് ഇതിൽ ഓരോ സാധനങ്ങളും ഞാൻ ബയോളജിക്കൽ ആസ്പെക്ട്സ് വെച്ച് പറയാൻ പോകുന്നതാണ് കേൾക്കുന്നത്. ഇവിടുത്തെ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് ഒരു സെല്ലാണെന്ന് വിചാരിക്കാം. റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് എന്താ? ഒരു സെല്ലാണ്. ഓക്കെ, സെല്ലിന്റെ ഉള്ളിലല്ലേ, അതായത് ഒരു റെസ്റ്റോറന്റിന്റെ ഉള്ളിലല്ലേ മറ്റേ ചീഫ് കുക്കിന്റെ ഓഫീസ് കിടക്കുന്നത്? അതായത് ഒരു സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ടാകും? ന്യൂക്ലിയസ് ഇരിക്കുന്നത് പോലെയാണ് റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ ചീഫ് കുക്ക് ഇരിക്കുന്നത്. അപ്പൊ റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ ചീഫ് കുക്കിനെ പോലെ ഒരു സെല്ലിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ ഹെഡ് ഓഫീസ് ഏതാ? ന്യൂക്ലിയസ് ആണ്. ഓക്കെ, സോ ഇവിടെ ചീഫ് കുക്സ് ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ഇനി ചീഫിന്റെ കുക്കിന്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അട്ടിക്ക് ഇതുപോലെ കുറെ ബുക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, സീക്രട്ട് ബുക്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സീക്രട്ട് ബുക്സിൽ, ഈ അട്ടിക്ക് വെച്ച സീക്രട്ട് ബുക്സിനല്ലേ, ഗ്രൂപ്പ് ഓഫ് ബുക്സിനെയാണ് നമ്മൾ ജീനോം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ജീനോം എന്ന് വിളിക്കുക. അതായത് ഒരു സെല്ലിലെ ന്യൂക്ലിയസിന്റെ ഉള്ളില് ഈ ഇങ്ങനെ കാണുന്ന അട്ടിക്ക് കാണുന്ന സാധനത്തിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീനോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഇപ്പം ജീനോം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സീക്രട്ട് ബുക്സ് ആണ്. അതായത് മാസ്റ്റർ കുക്ക് ബുക്സിന്റെ ഒരു ഗ്രൂപ്പിനെയാണ്. ഇനി അതിലെ ഒരു മാസ്റ്റർ കുക്ക് ബുക്ക്, എന്താ ഈ ചിത്രം നിങ്ങൾ നോക്കൂ, ഒരു മാസ്റ്റർ കുക്ക് ബുക്കിനെ നമ്മൾ പറയുന്ന പേര് ബയോളജിക്കലി നമ്മളൊരു DNA ആയിട്ട് കാണും. അപ്പം നോക്കൂ, ഒരു സെല്ല്, ആ സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് എത്തി, ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്തിരിപ്പുണ്ട്? ഇപ്പം എന്തായിരിക്കുന്നത്? ഓക്കെ, അട്ടിക്ക് ഇങ്ങനെ DNA നിരത്തി വെച്ചിരിക്കുക. ഈ അട്ടിക്കുള്ള DNA നമ്മൾ ജീനോം എന്ന് വിളിക്കും. ഓരോ സാധനത്തിനെയും നമ്മൾ DNA വിളിക്കും. DNA ഒരു ഗ്രൂപ്പിനെയാണ് എന്തെന്ന് പറയാം? ജീനോം എന്ന് പറയാം. അപ്പൊ നമ്മുടെ മാസ്റ്റർ കുക്ക് ബുക്ക് എന്താണ്? ഇവിടെ ഒരു DNA ആണ്. ഓക്കെ, ഇനി
ഞാൻ പറഞ്ഞു DNA ഉള്ളിൽ കുറെ റെസിപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. DNA ഉള്ളിൽ കുറെ റെസിപ്പീസ് ഉണ്ട്. അതിനു മുമ്പേ ഇവിടെ നോക്കൂ, നെക്സ്റ്റ് എന്താ സെക്ഷൻ ഓഫ് ദ ബുക്ക്, അതായത് ഒരു മാസ്റ്റർ കുക്ക് ബുക്കിന്റെ ഉള്ളിൽ കുറെ സെക്ഷൻസ് ഉണ്ടാവും. ലൈക്ക് ഇന്ത്യൻ ക്വിസീൻസ്, ഇറ്റാലിയൻ ക്വിസീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെക്ഷൻ തിരിച്ചില്ലേ. ഓക്കെ, ആ സെക്ഷൻസിനെ നമ്മൾ എന്തെന്ന് പറയും? ക്രോമസോം എന്ന് പറയും. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഒരു റെസ്റ്റോറന്റ്, അതായത് ഒരു സെല്ലിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഇരിപ്പുണ്ട്. ആ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറെ DNA ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ആ നിരത്തി വെച്ചിരിക്കുന്ന DNA മൊത്തത്തിൽ നമ്മൾ ജീനോം എന്ന് പറയും. ഒറ്റ ഒന്നിനെ നമ്മൾ DNA എന്ന് വിളിക്കും. ഇനി DNA ഉള്ളില് ഇരിക്കുന്ന സാധനമാണ് ക്രോമസോം. ഒരു മാസ്റ്റർ കുക്ക് ബുക്കിന്റെ ഉള്ളിൽ സെക്ഷൻ തിരിച്ചതുപോലെ DNA നമ്മൾ സെക്ഷൻ ആയിട്ട് നോക്കുന്നതിനെയാണ് ക്രോമസോം എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ദി ഇൻഡിവിജ്വൽ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടില്ലേ. നിങ്ങൾക്ക് അറിയോ ഈ ഒരു ഹ്യൂമന്റെ ശരീരത്തിൽ എത്ര ക്രോമസോംസ് ഉണ്ടെന്ന്? അപ്പൊ ക്രോമസോംസ് എന്ന് വെച്ചാൽ 46 സെക്ഷൻ ഓഫ് ക്രോമസോംസ് ഉണ്ട്. അതായത് 23 പെയർ ഓഫ് ക്രോമസോംസ് ആണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹ്യൂമണിന് ഇത്ര ക്രോമസോംസ് ആണ് ഒരു DNA കാണുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞു ഇൻഡിവിജ്വൽ റെസിപ്പി എന്ന് പറഞ്ഞു. അതായത് ഒരു സെക്ഷനിൽ ഒരു ഇൻഡിവിജ്വൽ റെസിപ്പി എടുക്കും. ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു റെസിപ്പി, മസാല ദോശ ഒരു റെസിപ്പി, അങ്ങനെ ഇൻഡിവിജ്വലി ഓരോന്നിനും. ഇപ്പൊ ബിരിയാണി എന്ന് പറയുന്നത് ഇവിടെ ജീനാണ്. അതായത് ഇൻഡിവിജ്വൽ റെസിപ്പി എന്ന് പറയുന്നത് ജീനാണ്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ അട്ടിക്ക് വെച്ചിരിക്കുന്ന DNA ജീനോം എന്ന് വിളിക്കും. ഒന്നിനെ നമ്മൾ DNA എന്ന് വിളിക്കും. DNA ഉള്ളിൽ കിടക്കുന്ന സാധനം എന്താ? ക്രോമസോം ആണ്. ക്രോമസോമിന്റെ ഉള്ളിൽ ഉള്ള സാധനമാണ് ജീൻ. ലൈക്ക് ഒരു മാസ്റ്റർ കുക്ക് ബുക്കിനകത്തുള്ള ഇൻഡിവിജ്വൽ റെസിപ്പീനെ നമ്മൾ എന്താ പറയാ, നമ്മളെ ഇൻഡിവിജ്വൽ റെസിപ്പീനെ പോലെയാണ് ഒരു DNA ഉള്ളിൽ ഇരിക്കുന്ന ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഭയങ്കര സീക്രട്ട് ആയ സാധനമായതുകൊണ്ട് അസിസ്റ്റന്റ് വന്ന് ഇതിന്റെ കോപ്പി എടുത്തിട്ട് പോവുക ചെയ്യുക, അല്ലാതെ നമ്മൾ ആ ബുക്ക് പുറത്തോട്ട് ഇറക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കിച്ചൺ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആള് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ അതൊരു RNA ആണ്. ഓക്കെ, RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ DNA ഭയങ്കര വാല്യുബിൾ ആയതുകൊണ്ട് തന്നെ, അതുപോലെ ഇത് ഹെഡ് ഓഫീസിൽ നിന്ന് വിട്ടുപോകാത്തത് കൊണ്ട് തന്നെ RNA എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ DNA ഒരു കോപ്പിങ് ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ RNA ആണ് ഈ കോപ്പി എടുത്തിട്ട് ഈ പറഞ്ഞ കുക്കിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഈ കുക്കിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു റൈബോസോമാണ്. അതായത് നമ്മുടെ സെല്ലിനകത്ത് കിടക്കുന്ന ന്യൂക്ലിയസിന് പുറത്തേക്കുന്ന ഒരു സാധനമാണ് റൈബോസോം. സോ റൈബോസോം എന്ന് പറയുന്നത് നമ്മുടെ കുക്കിംഗ് സ്റ്റേഷനെ പോലെയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ കിച്ചൺ അസിസ്റ്റന്റ് അതായത് RNA ഈ പറഞ്ഞ സാധനം റൈബോസോമിലേക്ക് കൊണ്ടുവരുന്നു. DNA കോപ്പി എടുത്തിട്ട് റൈബോസോമിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റൈബോസോം ഈ കിട്ടിയിരിക്കുന്ന കോപ്പി ഓഫ് ദ റെസിപ്പി അതായത് DNA യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ റൈബോസോം ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ ഡിഷ് എന്ന് പറയുന്ന സാധനമാണ് പ്രോട്ടീൻ. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നത് പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ഡിഷ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് ഒരു സെല്ലാണ്, ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആയിട്ട് കാണുക, ഇനി അതിനകത്തുള്ള മാസ്റ്റർ കുക്ക് ബുക്കിനെ DNA ആയിട്ട് കാണുക, DNA ഓരോ സെക്ഷനെ നമ്മൾ ക്രോമസോം ആയിട്ട് വിളിക്കും, ഓരോ സെക്ഷനിലെയും ഇൻഡിവിജ്വൽ റെസിപ്പീനെ ജീനായിട്ട് കാണുക, അതുപോലെ തന്നെ നമ്മുടെ കിച്ചന്റെ അസിസ്റ്റന്റ് കോപ്പിംഗ് ദ റെസിപ്പി എന്ന് പറയുന്നത് RNA ആയിട്ട് കാണുക, അതുപോലെ തന്നെ കുക്കിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് റൈബോസോം ആണെന്ന് കാണുക, ഫൈനൽ ഡിഷ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണെന്ന് മനസ്സിലാക്കുക. സോ ദിസ് ഈസ് അബൌട്ട് എന്താ, ഇത്രയും കാര്യങ്ങളോടുകൂടെ നമ്മൾ എന്ത് പഠിച്ചു? വാട്ട് ഈസ് ആക്ച്വലി ബയോളജിക്കലി ഹാപ്പനിങ് ഇൻസൈഡ് എ ബോഡി എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നെക്സ്റ്റ് വി ലേൺ അബൌട്ട് മൂന്നാമത്തെ സെക്ഷൻ. ഇപ്പൊ നമ്മൾ രണ്ട് സെക്ഷൻ പഠിച്ചു. വാട്ട് ഇസ് ബയോ ഇൻഫർമാറ്റിക്സ് പഠിച്ചു, വാട്ട് ഇസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ് പഠിച്ചു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ DNA, എന്താ RNA, എന്താണ് പ്രോട്ടീൻ എന്നതിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാനിപ്പോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് മോഡ്യൂളിൽ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം ഫസ്റ്റ് മോഡ്യൂൾ ഫുൾ പഠിക്കുന്നത് ബയോളജി, ഇതിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് കോൺസെപ്റ്റ്സേ കൊണ്ടുവരുന്നില്ല. അപ്പം ഇതിനകത്ത് നിന്ന് ഇവിടുന്ന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ മാക്സിമം അവർ ചോദിക്കാൻ ചാൻസ് ഉള്ള സ്ഥലത്തു നിന്നൊക്കെ എടുത്തിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതിന്റെ PDF വല്ലതും വേണമെങ്കിൽ
എന്നോട് ഒന്ന് മെസ്സേജ് ഇടുക കമന്റിൽ. എനിക്ക് കിട്ടുവാണെങ്കിൽ എനിക്കിത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് തരുന്നതായിരിക്കും. സോ കമ്മിങ് ടു ഹിയർ, വാട്ട് ഇസ് ഡി എൻ എ? ഡി എൻ എ എന്ന് പറഞ്ഞു, DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് ഇതിന്റെ പേര്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണെന്ന് പറയാം. അതായത് ബ്ലൂ പ്രിന്റ് ഇല്ലാതെ നമുക്ക് ഒരു കെട്ടിടമൊന്നും പടുത്തുയർത്താൻ പറ്റില്ലല്ലോ. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ DNA എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിലെ ജനറ്റിക് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ജനറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നത് എന്താണ്? ആക്ച്വലി DNA ആണ്. സോ DNA ഞാൻ നേരത്തെ പറഞ്ഞ കഥയെ പറഞ്ഞായിരുന്നു, ഒരു സെല്ലിനകത്ത് ന്യൂക്ലിയസിനുള്ളിലാണ് എന്ത് കിടക്കുന്നത്? DNA കിടക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ DNA വേറൊരു സ്ഥലത്തൂടെ കാണും. അത് ഇത്ര റിലവന്റ് ആയ കാര്യമല്ല. മൈറ്റോകോൺട്രിയയിലും ഉണ്ടാകും. അതിന് നമ്മള് MT അങ്ങനെ എന്തോ പറയും, DNA അങ്ങനെ എന്തോ പറയും. ബട്ട് അത്ര റിലവൻസി ഇല്ല. സോ നമുക്കത് വിട്ടേക്കാം. സോ കാണുന്നത് ആക്ച്വലി ന്യൂക്ലിയസ് ഓഫ് എ സെല്ലിലാണ് കാണുന്നത്. സോ നമ്മുടെ DNA നിങ്ങളെല്ലാവരും മറ്റേ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് DNA സ്ട്രക്ചർ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. യെസ് ഗൈസ്, ഇതൊരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഞാൻ അതിന്റെ പിക്ചർ ഇപ്പം കാണിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബേസസ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ DNA 4 ബേസസ് ഉണ്ട്. ആ 4 ബേസസ് എന്തൊക്കെയാന്ന് വെച്ചാൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ്. അഡിനിനെ നമ്മൾ A എന്ന് വെച്ച് കാണിക്കും, തൈമിനെ T എന്ന് വെച്ചിട്ട്, സൈറ്റോസിനെ C എന്ന് വെച്ചിട്ട്, ഗ്വാനിനെ G എന്ന് വെച്ചിട്ടാണ് കാണിക്കുന്നത്. സോ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ചേർന്നിട്ടാണ് നമുക്കൊരു ഡബിൾ ഹെലിക്സ് DNA ഫോം ചെയ്യുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും A പെയർസ് വിത്ത് T, അതായത് അഡിനിൻ എപ്പോഴും തൈമിന്റെ കൂടെ മാത്രമേ ബോണ്ട് ചെയ്യുള്ളൂ, സൈറ്റോസിൻ എപ്പോഴും ഗ്വാനിന്റെ കൂടെ ബോണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതിന് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു DNA സ്ട്രക്ചർ കണ്ടു, ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഡബിൾ ഹെലിക്സിലെ അഡിനിൻ, മറ്റത്തെ ഒരു ഡബിൾ ഹെലിക്സിലെ ഒറ്റൊരു സ്ട്രാൻഡിലെ അഡിനിൻ എന്ന് പറയുന്നത് അടുത്ത സ്ട്രാൻഡിലെ തൈമിനോട് മാത്രമേ അതെന്ത് അറ്റാച്ച് ചെയ്യുള്ളൂ, അല്ലാതെ ഗ്വാനിനോടോ സൈറ്റോസിനോടോ അത് അറ്റാച്ച് ചെയ്യില്ല. സോ ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ DNA കുറിച്ച് എഴുതുവാണെങ്കിൽ ഇപ്പം DNA ഡബിൾ ഹെലിക്സ് സൈഡിൽ വരയ്ക്കുക. അതുപോലെ തന്നെ ബേസസിന്റെ കെമിക്കൽ ബോണ്ടിന്റെ സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്സിലൊക്കെ അവൈലബിൾ ആണ്. സോ അത് ഇരുന്ന് വരച്ച് പഠിച്ചിട്ട് പോവുക. കാരണം നിങ്ങളത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്സ് കിട്ടും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്, നിങ്ങൾക്ക് അത് വരച്ച എക്സ്ട്രാ മാർക്സ് കിട്ടും. സോ ചില സമയത്ത് അത് വരയ്ക്കാനും ക്വസ്റ്റ്യൻ വരാം. സോ അത് വിടരുത്. അതെന്തായാലും അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ കുത്തിയിരുന്ന് പഠിച്ചിട്ട് പോവുക. സോ ഇതാണ് DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു DNA ഉള്ളിൽ എന്തുണ്ടെന്ന് പറഞ്ഞു, ക്രോമസോംസിനുള്ളിൽ ജീൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ DNA സ്റ്റോർസ് ജീൻ എന്ന് പറയാം. ഈ ജീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോട്ടീനിനെ ഉണ്ടാക്കുന്നത്, അല്ലെ പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത് ഈ ജീനിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. സോ DNA എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്നാണ് നമുക്ക് DNA ഉണ്ടായിട്ട് DNAയിലെ കുറെ ക്യാരക്ടേഴ്സ് നമ്മുടെ പാരന്റ്സിന്റെ ക്രോമസോംസ് നമുക്ക് ഷെയർ ആവുന്നത് കൊണ്ടാണ് നമുക്ക് കുറെ ക്യാരക്ടേഴ്സ് ഡിഫൈൻ ആവുന്നത്. ഫോർ എൻ എക്സാമ്പിൾ, നമ്മുടെ ഐസ് എങ്ങനെയാണ്, നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, നമ്മുടെ ഐന്റെ കളർ എങ്ങനെയാണ്, നമ്മുടെ ഹൈറ്റ് എങ്ങനെയാണ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ പാരന്റ്സിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ഇൻഹെറിറ്റൻസ് എന്ന് പറയാതില്ലേ, നമ്മൾ ഇൻഹെറിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതൊക്കെ എന്ന് പറയുന്നത് DNA ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഓക്കെ, പിന്നെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ബട്ട് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ അത് ഞാനിപ്പം സ്കിപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് വി ലേൺ അബൌട്ട് വാട്ട് ഇസ് RNA. RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് RNAന്റെ അർത്ഥം. സോ RNA എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കഥയെ പറഞ്ഞു, അതൊരു അസിസ്റ്റന്റ് ആണ്. അത് RNAന്റെ ഒരു കോപ്പി ഉണ്ടാക്കും, അല്ല RNAനെ ഒരു ഇൻസ്ട്രക്ഷൻസിന്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് അതാണ് എന്ത് പോകുന്നത്, റൈബോസോമിൽ ചെന്നിട്ട് പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ DNA
വെച്ച് നോക്കുമ്പോൾ RNAക്ക് സിംഗിൾ സ്ട്രാൻഡേ ഉള്ളൂ, അതായത് ഡബിൾ സ്ട്രാൻഡ് ഒന്നുമില്ല, സിംഗിൾ സ്ട്രാൻഡിലാണ് പോകുന്നത്. സോ ഇവിടെ നമ്മൾ നേരത്തെ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞ 4 ബേസിസ് കൊണ്ടാണ് DNA ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്നാൽ RNA ഉണ്ടാക്കിയിരിക്കുന്നതിൽ തൈമിന് പകരം നമ്മൾ യുറാസിൽ എന്ന് പറയുന്ന ഒരു ബേസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആയിരിക്കും RNAയിൽ ഉണ്ടാവുക. സോ ഞാൻ RNAന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് RNAന്റെ സ്ട്രക്ചർ. സോ RNA എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റ സ്ട്രാൻഡേ ഉള്ളൂ. അതിൽ തന്നെ ന്യൂക്ലിയോബേസിസ് കണ്ടോ, അഡെനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇതുണ്ടാവുക. നിങ്ങൾക്ക് ഓരോന്നിന്റെ സൈറ്റിന്റെ അതായത് സൈറ്റോസിന്റെയും, ഗ്വാനിന്റെ, അഡെനിന്റെ, യുറാസിന്റെ ഒക്കെ കെമിക്കൽ ബോൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. DNA സ്ട്രക്ചറും RNAന്റെ സ്ട്രക്ചറിനും ഇതുപോലെ കെമിക്കൽ ബോൺസ് ഉണ്ട്. സോ അത് നിങ്ങൾ എന്തായാലും ഞാൻ അഗെയിൻ പറയാണ്, പഠിച്ചിട്ട് പോവാം. സോ ഇതാണ് RNAന്റെ സ്ട്രക്ചറും അതിന്റെ ബേസിസിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി RNA തന്നെ 3 തരമുണ്ട്. ഒന്നിനെ നമ്മൾ മെസ്സഞ്ചർ RNA എന്ന് വിളിക്കും. മെസ്സഞ്ചർ RNA ആണ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ DNA കോപ്പി ചെയ്തിട്ട് കൊണ്ടുപോകുന്നില്ല റൈബോസോമിലേക്ക്, ആ കൊണ്ടുപോകുന്ന RNA മെസ്സഞ്ചർ RNA അഥവാ mRNA എന്ന് വിളിക്കും. ഇനി ട്രാൻസ്ഫർ RNA അതായത് tRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ റൈബോസോമിൽ ഇപ്പം DNA കോപ്പി എത്തി. ഇനി നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കണം. പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അമിനോ ആസിഡ്സിനെ വേണം. സോ ഈ അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്നത് ട്രാൻസ്ഫർ RNA ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റൈബോസോമൽ RNA. റൈബോസോമൽ RNA എന്ന് പറയുന്നത് റൈബോസോമൽ RNA എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റൈബോസോമിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ റൈബോസോമിനെയാണ് നമ്മൾ റൈബോസോമൽ RNA എന്ന് വിളിക്കുന്നത്. സോ RNA ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഉണ്ടാവുന്നതെങ്കിലും അത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സൈറ്റോപ്ലാസം, അതായത് സെല്ലിനകത്ത് ന്യൂക്ലിയസിന് പുറത്തുള്ള ഭാഗത്തിന് സൈറ്റോപ്ലാസം എന്ന് വിളിക്കും. സൈറ്റോപ്ലാസത്തിലാണ് നമ്മുടെ RNA വർക്ക് ചെയ്യുന്നത്. സോ ഈ നമ്മുടെ DNA നിന്നും RNA ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ വിളിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഒക്കെ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരാം. ഞാൻ ജസ്റ്റ് വായിക്കുന്നേ ഉള്ളൂ. സോ നമ്മുടെ RNA ആണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിനെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം. ഇനി നമ്മൾ നെക്സ്റ്റ് 3ാമത്തെ സാധനം പ്രോട്ടീൻ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് തന്നെ പറയാം. അതായത് നമ്മുടെ വളർച്ചയ്ക്കാണെങ്കിലും നമ്മുടെ സെൽസിന്റെ റിപ്പയറിനാണെങ്കിലും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ബോഡിയിലെ പല ഫങ്ഷൻസിനും നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. സോ പ്രോട്ടീൻ അത്യാവശ്യമാണ്. പ്രോട്ടീൻസ് ഉണ്ടാക്കണതും സിന്തസൈസ് ചെയ്യണതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ അമിനോ ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ അമിനോ ആസിഡ്സ് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് സ്മോളർ യൂണിറ്റ്സ് ഒക്കെ ഇങ്ങനെ കൂടിയിട്ടാണ് നമ്മളൊരു പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ DNA-നകത്താണ് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? DNA ഈ ഇൻസ്ട്രക്ഷൻ പുറത്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പ്രോട്ടീൻ സിന്തസിസ് നടത്താൻ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ RNA യൂസ് ചെയ്യുന്നത്. സോ അതെന്താണെന്ന് നമ്മൾ ഈ സെൻട്രൽ ഡോഗ്മ പഠിക്കുന്ന സമയത്ത്, അതായത് നെക്സ്റ്റ് ടോപ്പിക് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് DNA ആണ് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട എല്ലാ ഇൻസ്ട്രക്ഷനും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ആള്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. അതെന്തൊക്കെയാ നോക്കാം. ഒന്നാമത്തേതാണ് സ്ട്രക്ചറൽ പ്രോട്ടീൻസ്. അതായത് നമ്മുടെ സ്കിന്നിൽ കൊളാജൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്കിൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പം സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കൊളാജൻ തരുന്നത് സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ്. നമ്മുടെ ഹെയറിലെ കെരാറ്റിൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ്. ഇനി എൻസൈംസ് ആയിട്ട് നമ്മുടെ പ്രോട്ടീന് വർക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈംസ്, ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. ഇനി ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. ഓർ വി കൻ സേ ദാറ്റ് ഇറ്റ്സ് എ ഹോർമോൺ. ദെൻ ആന്റിബോഡീസ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പ്രോട്ടീൻ തന്നെ ഉപയോഗിക്കണം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ പ്രോട്ടീൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. സോ
പ്രോട്ടീൻസ് ആർ മെയ്ഡ് ഇൻ റൈബോസോം. ഞാൻ നേരത്തെ ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് റൈബോസോമിൽ വെച്ചാണ് പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ mRNA ആണ് ഇൻസ്ട്രക്ഷൻ DNA നിന്നും കോപ്പി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എവിടുന്ന് പ്രോട്ടീൻ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന പല ഫുഡിലും പ്രോട്ടീൻ ഉണ്ട്. ബേസിക്കലി നമ്മൾ മീറ്റ് കഴിക്കുമ്പോൾ, എഗ്ഗ് കഴിക്കുമ്പോൾ, അത് ഡെയറി പ്രോഡക്ട്സ് കഴിക്കുമ്പോൾ, ലെഗ്യൂമിനസ് ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോഴൊക്കെ നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ദിസ് ഇസ് ദ പാർട്ട് 1 ഓഫ് മൊഡ്യൂൾ 1 ഓഫ് ബയോ ഇൻഫർമാറ്റിക്സ്. സോ ഇഫ് യു ഹാവ് എനി doubts regarding the part 1, you can ask me. Okay, so next part 2 ഞാൻ ഇതിന്റെ ബാക്കി ടോപ്പിക്സ്, ലൈക്ക് ഞാൻ ഇതിനെ പറയാൻ പോകുന്ന സെൻട്രൽ ഡോഗ്മ, mRNA, tRNA, rRNA എന്താണെന്നും, ജനറ്റിക് കോഡ്, ജീൻ സ്ട്രക്ചർ ആൻഡ് കൺട്രോൾ, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ പ്രോസസ്സസ് ആയിരിക്കും. So if you think that this video have helped you a lot, please subscribe to my channel. So I'll be back with the part 2 of the first module of bioinformatics. So that's all for today. Thank you.